ആണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫെനോമിനൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് മോളിക്കുലർ സ്പീഷീസ് സർഫസിൽ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും എന്ത് ചെയ്യുന്നു, സർഫസിൽ മാത്രം അഡ്സോർബ് ചെയ്തിരിക്കുന്നു. ഓക്കെ, മീൻസ് നമ്മൾ രണ്ട് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫെനോമിന നമുക്കറിയാം അല്ലേ. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എന്താണ്, സ്പോഞ്ചിനകത്തോട്ടെല്ലാം വെള്ളം കയറും. സ്പോഞ്ചിൻ്റെ സർഫസിൽ, സ്പോഞ്ചിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലെല്ലാം വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് കയറിയിരിക്കും. ഓക്കെ, അതാണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്സോർപ്ഷൻ ഒരു സർഫസ് ഫെനോമിനൻ ആണെന്ന് നമ്മൾ പറയും. കാരണം എന്താണ്, ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അഡ്സോർബ് ആകത്തുള്ളൂ. കാരണം നമ്മളൊരു ചോക്ക് ഇങ്കിൽ മുക്കിക്കഴിഞ്ഞാൽ ആ ഇങ്കെന്ന് പറയുന്നത് ചോക്കിൻ്റെ സർഫസിൽ മാത്രമേ ആകത്തുള്ളൂ. നമ്മൾ ചോക്ക് മുറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചോക്കിൻ്റെ കളർ വൈറ്റ് തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യത്തില്ല, ഈ ഇങ്ക് കയറത്തില്ല. ഇതിൻ്റെ സർഫസിൽ മാത്രമേ അഡ്സോർബ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ആ ഒരു ഫെനോമിനെ പറയുന്ന പേരാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഏത് സബ്സ്റ്റൻസിലേക്കാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതാണ് അഡ്സോർബെൻ്റ് എന്ന് പറയുന്നത്. അഡ്സോർബെൻ്റ്. ഓക്കെ, ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബ് ആകുന്നത് അതിനെയാണ് നമ്മൾ അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, അഡ്സോർപ്ഷൻ്റെ റിവേഴ്സ് ആണ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, അഡ്സോർബ്ഡ് സബ്സ്റ്റൻസിനെ നമ്മൾ അതിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. Desorption is the process of removing an adsorbed substance from a surface is called desorption. Okay. ഇനി ഇതിന് എന്താണ് കോമ്പീറ്റിംഗ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ഫെനോമിനൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ അഡ്സോർബ് ചെയ്തത് ക്ലോറിനും അതർ പോയിസണസ് ഗ്യാസിനെയും ചാർക്കോൾ അഡ്സോർബ് ചെയ്യും. ഓക്കെ, ഈവൻ ദോ അതിനകത്ത് കുറച്ച് ഗ്യാസസ് ഓൾറെഡി, ചാർക്കോളിൽ ഓക്സിജൻ, നൈട്രജൻ പോലത്തെ ഗ്യാസസ് ഓൾറെഡി അതിൽ എയറിൽ നിന്ന് പ്രസൻ്റ് ആണ്. ഓക്കെ, എയറിൽ നിന്ന് ഓൾറെഡി ഓക്സിജനും നൈട്രജനും അത് ചാർക്കോൾ അഡ്സോർബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യുന്നു, ക്ലോറിനും അതർ പോയിസണസ് ഗ്യാസസ് പോലത്തെ ഉള്ള ഗ്യാസസിനെ അഡ്സോർബ് ചെയ്യുന്നുണ്ട് ചാർക്കോൾ. അതാണ് കോമ്പീറ്റിംഗ് അഡ്സോർപ്ഷൻ. കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ ആണ് ആവുന്നത്. ഓക്സിജനും നൈട്രജനും അവിടുന്ന് മാറിക്കൊടുത്തില്ലെങ്കിൽ ക്ലോറിനെയും പോയിസണസ് ഗ്യാസസിനെയും നമുക്ക് ഒരിക്കലും അഡ്സോർബ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു വിധത്തിലാണ് അതിൻ്റെ പേര് കോമ്പീറ്റിംഗ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഗ്യാസ് മാസ്ക് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ കോമ്പീറ്റിംഗ് അഡ്സോർപ്ഷൻ ആണ്. നെക്സ്റ്റ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അഡ്സോർപ്ഷൻ. Adsorption ordinarily leads to higher concentration of adsorbate species on the surface of adsorbent than in bulk. എന്ന് പറഞ്ഞാൽ കൂടുതൽ അഡ്സോർപ്ഷൻ നടക്കുമ്പോഴാണ് അതിനെ നമ്മൾ പോസിറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അഡ്സോർബെൻറ്റിലേക്ക് കൂടുതൽ അഡ്സോർബേറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ പോസിറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് ലെയേഴ്സേ സർഫസിലേക്ക് അഡ്സോർബ് ആകുന്നുള്ളെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ബോഡിയിൽ ത്രൂ ഔട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫെനോമിനാണ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മോളിക്യൂൾസ് വന്ന് കയറി ഇരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക ജെല്ല് വാട്ടർ വേപ്പേഴ്സിനെ അഡ്സോർബ് ചെയ്യുന്നു. പക്ഷെ കാൽഷ്യം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു, അതിനെ അബ്സോർബ് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യുന്നു. ഇത് കണ്ടോ, സിലിക്ക ജെൽ, ഇതാണ് സിലിക്ക ജെൽ എന്ന്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു, വാട്ടർ വേപ്പേഴ്സിൻ്റെ തൻ്റെ ചുറ്റിനും അഡ്സോർബ് ചെയ്യുകയാണ്. പക്ഷെ കാൽഷ്യം ക്ലോറൈഡ് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ വരെ വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതാണ് അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഓക്കെ, ഇനി സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സബ്സ്റ്റൻസിൽ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പറയുന്നത്, സോർപ്ഷൻ. ഓക്കെ,
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അത് എന്താണ്, ഇൻട്രാക്ഷൻസ്, ഫോഴ്സസ് വെച്ച്, നേച്ചർ ഓഫ് ഫോഴ്സസ് വെച്ചിട്ട് നമുക്ക് അവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾസ്, അഡ്സോർബേറ്റിൻ്റെ പാർട്ടിക്കിൾസ് അഡ്സോർബെൻറ്റിൻ്റെ സർഫസിൽ ഫിസിക്കൽ ഫോഴ്സസ് ആയിട്ടുള്ള വീക്ക് വാൻഡർവാൾ ഫോഴ്സസ് വഴി, അങ്ങനത്തെ ഫോഴ്സസ് വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവർ ഇപ്പോൾ ഈ ബെൻഡ് അഡ്സോർബേറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് എന്തെങ്കിലും ഫോഴ്സ് വേണം, അല്ലാതെ അത് അറ്റാച്ച് ചെയ്തിരിക്കത്തില്ല. അതൊരു വീക്ക് വാൻഡർവാൾ ഫോഴ്സ് പോലത്തെ ഫിസിക്കൽ ഫോഴ്സസ് ആണെങ്കിലാണ് നമ്മൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫിസിസോർപ്ഷൻ എന്ന് പറയും. യൂഷ്വലി അത് ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. പിന്നെ ഈ ടെമ്പറേച്ചർ കൂടുന്തോറും ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഫിസിക്കൽ ഇതല്ല, കെമിക്കൽ ഫോഴ്സസ് വഴിയാണ് പാർട്ടിക്കിൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസോർപ്ഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചേഴ്സിലാണ് അത് നടക്കാറ്. ഓക്കെ, ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇതിൽ നിന്ന് കെമിസോർപ്ഷനും ഫിസിസോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസസ്. സോ നമ്മൾ നേച്ചർ ഓഫ് ഫോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് ഓപ്ഷനിൽ വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ആണ്, കെമിസ് ഓപ്ഷനിൽ സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ആണ്. ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോ ആണ് ഫിസിക്സ് ഓപ്ഷനിൽ, മറ്റേതിൽ ഹൈ ആണ്. റിവേഴ്സിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് ഓപ്ഷൻ റിവേഴ്സിബിൾ ആണ്. ഓക്കെ, കാരണം എന്താണ്, അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നില്ല. പക്ഷെ കെമിസ് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ ഫോഴ്സസ് ആണ് വരുന്നത്. സോ അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്, അത് ഇറിവേഴ്സിബിൾ ആണ്. ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്, ഒക്കേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സ്പെസിഫിസിറ്റി നോക്കിക്കഴിഞ്ഞാൽ നോൺ സ്പെസിഫിക് ആണ് ഫിസിക്സ് ഓപ്ഷൻ, ഹൈലി സ്പെസിഫിക് ആണ് കെമിസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യം ഫിസിക്സ് ഓപ്ഷനിൽ അത്രയും വരുന്നില്ല, പക്ഷേ കെമിസ് ഓപ്ഷനിൽ ആക്ടിവേഷൻ എനർജി അപ്രീഷ്യബിളി ഇൻവോൾവ് ആണ്. ഓക്കെ, പിന്നെ മോളിക്കുലാർ ലെയർ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് ഫിസിക്സ് ഓപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ കൂടുതൽ ലെയേഴ്സ് അഡ്സോർബ് ആവുന്ന കാണാൻ സാധിക്കും. പക്ഷേ എന്താണ്, കെമിസ് ഓപ്ഷനിൽ ഒറ്റ മോണോമോളിക്കുലാർ ലെയർ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മളിനി പഠിക്കത്തേ ഉള്ളൂ. അത് എന്താണ്, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസിൻ്റെ, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഫിസിക്സ് ഓപ്ഷൻ വഴി അഡ്സോർബ് ആവുന്നത്. പിന്നെ എന്താണ്, കെമിസ് ഓപ്ഷനിൽ അങ്ങനെ റിലേഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്രത്തോളം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു, വെൻ 1 mole ഓഫ് അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ് ഓഫ് അഡ്സോർബൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കെമിസ് ഓപ്ഷനിൽ അത് ഹൈ ആണ്, ഫിസിക്സ് ഓപ്ഷനിൽ അത് ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്യാസസ് സോളിഡ്സിലേക്ക് അഡ്സോർബ് ആവുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. അത് കുറച്ച് എന്താണ്, ഫെനോമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് അപ്പം നോക്കിക്കുക, ഓൾമോസ്റ്റ് ഓൾ സോളിഡ്സ് എന്ത് ചെയ്യുന്നു, ഗ്യാസസിനെ അഡ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ടു സം എക്സ്റ്റെൻറ്റ്. ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള മെറ്റൽസ് ലൈക്ക് നിക്കൽ, പ്ലാറ്റിനം, അയണിനെയൊക്കെ ലാർജ് വോളിയൂംസ് ഓഫ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജനൊക്കെ അഡ്സോർബ് ചെയ്യുന്ന കാണപ്പെടാറുണ്ട്. ആ ഫെനോമിന അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ് ഓൺ സോളിഡ്സിനെ നമ്മൾ ഒക്ലൂഷൻ എന്ന് പറയുന്ന ഫെനോമിന എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് എന്ത് ചെയ്യണം, ഓക്കെ, നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസസ് ആയിരിക്കും നമ്മൾക്ക് കൂടുതലായിട്ട് അഡ്സോർബ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആയിരിക്കും കൂടുതൽ അഡ്സോർബ് ചെയ്യുന്നത് ദാൻ പെർമനൻറ്റ് ഗ്യാസസ്. ഓക്കെ, കെമിസ് ഓപ്ഷൻ നടത്തണമെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു കെമിക്കൽ ബോണ്ട്, സോളിഡുമായിട്ട് ഒരു കെമിക്കൽ ബോണ്ട് ആ ഗ്യാസ് ഫോം ചെയ്യണം, എന്നാലേ കെമിസ് ഓപ്ഷൻ അവിടെ നടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നേച്ചർ ഓഫ് അഡ്സോർബെൻറ്റ്, മോസ്റ്റ് കോമൺ അഡ്സോർബൻസ് ആണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ, അലൂമിനിയം, സിലിക്ക ജെൽ, ക്ലേ അങ്ങനത്തത്. പിന്നെ സ്പെസിഫിക് ഏരിയ ഓഫ് അഡ്സോർബെൻറ്റ്, സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം 1 gram
അഡ്സോർബൻറ്റിന് എത്രത്തോളം സർഫസ് അവൈലബിൾ ആണ് അഡ്സോർപ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, എത്രത്തോളം ഏരിയ ഉണ്ടോ, സ്പെസിഫിക് ഏരിയ ഉണ്ടോ, അത്രയും അഡ്സോർബിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. അതുകൊണ്ടാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ, അലൂമിനിയം, സിലിക്ക ജെല്ലൊക്കെ ഗുഡ് അഡ്സോർബൻസ് ആണെന്ന് പറയാൻ കാരണം അവർക്ക് നല്ല പോറസ് നേച്ചറുണ്ട്, നല്ല സ്പേസും ഉണ്ട്, സർഫസ് ഏരിയ ഉണ്ട്. ഇനി പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്താണ്, അഡ്സോർപ്ഷൻ റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് നമുക്കറിയാം. അഡ്സോർപ്ഷൻ ആയാലും ഡീസോർപ്ഷൻ ആയാലും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ, ക്ലോസ്ഡ് വെസലിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അച്ചീവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ. ഓക്കെ, ഇനി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. ആ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ഇൻ പ്രഷർ. എത്രത്തോളം അഡ്സോർപ്ഷൻ നടക്കും എന്നുള്ളത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതോറും അത് ഇൻക്രീസ് ചെയ്യുന്നു. എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ജനറലി ഡിനോട്ട് ചെയ്യുന്ന ഫാക്ടറാണ് X/M. എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബൻറ്റ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബൻറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അഡ്സോർബേറ്റ്. ഈ ഇക്വിലിബ്രിയം X/N എന്ന് പറയുന്നത് ഗീവ്സ് അഡ്സോർപ്ഷൻ പെർ ഗ്രാം ഓഫ് അഡ്സോർബൻറ്റ്. അതിനെയാണ് സ്പെസിഫിക് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഇക്വിലിബ്രിയത്തിൽ X/M എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമുക്ക് എന്ത് വരുന്നു, അഡ്സോർപ്ഷൻ പെർ ഗ്രാമോ, എത്ര അഡ്സോർബൻറ്റിൻ്റെ എത്ര ഗ്രാമിൽ അഡ്സോർപ്ഷൻ നടക്കും എന്നുള്ള അളവ് തരുന്നത് അതിനെ സ്പെസിഫിക് അഡ്സോർപ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. X/M വേഴ്സസ് പ്രഷർ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവിനെയാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ആ പ്ലോട്ടിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കർവ് ഷോയിങ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അറ്റ് ഗിവൺ പ്രഷർ. പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അഡ്സോർപ്ഷൻ ഐസോബാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്തോറും അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തെളിയിക്കാനായിട്ട് പറ്റും. നോക്കാം, ഇതാണ് X/M വേഴ്സസ് ടെമ്പറേച്ചർ, അഡ്സോർപ്ഷൻ ഐസോബാർ ആണിത്. ഓക്കെ, ഇനി എന്താണ്, കർവ് ഷോയിങ് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ടെമ്പറേച്ചർ ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ ഐസോറ്റീർ എന്നാണ് ആ കർവിനെ പറയുന്നത്. ഇതാണത്, ടെമ്പറേച്ചറും പ്രഷറും വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഈ കർവിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്സോർപ്ഷൻ്റെ 2 തിയറീസ് ആണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമും ലാക്മർ അഡ്സോർപ്ഷൻ ഐസോതേമും.